ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ജനുവരി 20-നാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരം ഏറ്റെടുത്തത്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഇദ്ദേഹം സ്വീകരിച്ച നടപടികൾ അന്താരാഷ്ട്ര സമൂഹം വലിയ ഉത്കണ്ഠയോടെയാണ് കാണുന്നത്. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള 2 ചർച്ചകളിലേക്കും ഉക്രൈനിനെയും നാറ്റോയെയും ക്ഷണിച്ചില്ല. റഷ്യയും അമേരിക്കയും കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കേണ്ട ഗതികേടിലാണ് ഉക്രൈൻ. ബൈഡന്റെ കാലത്ത് ലഭിച്ച സഹായങ്ങൾക്കു പകരം ധാതു ലവണങ്ങൾ കൊണ്ട് സമ്പന്നമായ ഉക്രൈൻ പ്രദേശം തങ്ങൾക്കു കൈമാറണം എന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. നാറ്റോയുടെ സൈനിക പരിപാലന ചെലവിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ നൽകുന്ന വിഹിതം വർദ്ധിപ്പിക്കണം എന്നാണ് മറ്റൊരാവശ്യം. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്ന നികുതിക്കനുസരിച്ച് വിദേശ ഉൽപ്പന്നങ്ങളുടെ നികുതിയും മാറും എന്നാണ് മറ്റൊരു ഭീഷണി. പഴയതുപോലെ ഉദാരമായ സമീപനങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ശരിതെറ്റുകൾ ലാഭനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലാവും ഇനി തീരുമാനിക്കുക എന്ന സന്ദേശമാണ് ട്രംപ് നൽകുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും തമ്മിൽ വൈറ്റ് ഹൗസിൽ വെച്ചു നടത്തിയ സംഭാഷണങ്ങൾ വളരെ അപൂർവമായ വാർത്തകളും ദൃശ്യങ്ങളുമാണ് ലോകത്തിന് സമ്മാനിച്ചത്. രാഷ്ട്രത്തലവന്മാർ തമ്മിൽ ഗൗരവമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ ഇതൊന്നും പുറം ലോകം അറിയാറില്ല. ചർച്ചകൾക്കൊടുവിൽ എത്തിച്ചേരുന്ന തീരുമാനം ബന്ധപ്പെട്ടവർ ചേർന്ന് പുറം ലോകത്തെ അറിയിക്കുന്നതാണ് പതിവ് രീതി. അമേരിക്കയുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും വളരെ പ്രകോപനപരമായി സംസാരിക്കുകയും ഉക്രൈൻ പ്രസിഡന്റ് യോഗം ബഹിഷ്കരിക്കുകയും ചെയ്തു. റഷ്യയുടെ വ്യവസ്ഥകൾ അനുസരിച്ച് കീഴടങ്ങാനായിരുന്നു അമേരിക്കയുടെ നിർദ്ദേശം. ഇതിനു വിസമ്മതിച്ച സെലൻസ്കി 3ാം ലോകമഹായുദ്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ട്രംപ് ആരോപിച്ചത്. ഈ വാർത്തകൾ തത്സമയം തന്നെ ലോകത്തിന് ലഭിച്ചു. യൂറോപ്പിലെ മുഴുവൻ രാജ്യങ്ങളും ഇതിനെതിരെ പ്രതിഷേധിക്കുകയും സെലൻസ്കിയെ പിന്തുണയ്ക്കുകയും ചെയ്തു. വിദേശ രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ മേലുള്ള ഇറക്കുമതി ചുങ്കം അമേരിക്ക വർദ്ധിപ്പിച്ചാൽ അത് അന്താരാഷ്ട്ര വ്യാപാര മേഖലയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആഭ്യന്തര വിപണിയിൽ വിലക്കയറ്റം ട്രംപ് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. യൂറോപ്പ് അമേരിക്ക ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകും എന്നാണ് സൂചന. വ്യാപാര രംഗത്ത് തങ്ങളുടെ പ്രധാന എതിരാളിയായിട്ടാണ് ചൈനയെ അമേരിക്ക കാണുന്നത്. അമേരിക്കയോടൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയെ അകറ്റി നിർത്തുന്നത്. ഇതിനൊരു മാറ്റമുണ്ടായാൽ യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയുമായുള്ള വാണിജ്യ ബന്ധങ്ങൾ വർദ്ധിക്കും. ഇപ്പോൾ തന്നെ പല രാജ്യങ്ങളും ചൈനയെ സ്വാഗതം ചെയ്യുന്നുണ്ട്. യൂറോപ്പ് ചൈന സഹകരണം വർദ്ധിക്കുന്നത് അമേരിക്കയെ പ്രതികൂലമായി ബാധിക്കും. അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും പങ്കാളിത്തമില്ലാത്ത ബ്രിക്സ് സഖ്യം യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയോടെ വലിയ സ്വാധീന ശക്തിയായി മാറുകയും ചെയ്യും. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ 1ാം ഘട്ടം മാർച്ച് 1-ന് അവസാനിച്ചു. 2ാം ഘട്ടത്തിനുള്ള ചർച്ചകൾ ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ തുടങ്ങേണ്ടതായിരുന്നു.
ചർച്ചകൾ ഒഴിവാക്കി ഒന്നാം ഘട്ടം തുടരാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. അമേരിക്കൻ ഭരണകൂടം ഇസ്രായേലിനൊപ്പമാണ്. ഹമാസും ഇസ്രായേലും തടഞ്ഞുവച്ചിരിക്കുന്നവരുടെ കൈമാറ്റവും ഗാസയിൽ നിന്നുള്ള ഇസ്രായേൽ സൈന്യത്തിൻ്റെ പിന്മാറ്റവും രണ്ടാം ഘട്ടത്തിൽ പൂർത്തിയാക്കാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. ചർച്ചകൾ ആരംഭിക്കാതെ തങ്ങളുടെ പക്കലുള്ള ബന്ദികളെ മോചിപ്പിക്കില്ല എന്നാണ് ഹമാസിൻ്റെ നിലപാട്. ഇതേ തുടർന്ന് ഭക്ഷണം, വസ്ത്രം, മരുന്നുകൾ തുടങ്ങിയവയുമായി ഗാസയിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് ഇസ്രായേൽ പ്രവേശനാനുമതി നിഷേധിച്ചു. 1 വർഷത്തിലേറെ കാലം നീണ്ടുനിന്ന യുദ്ധത്തിൽ എല്ലാം തകർന്ന ഗാസ നിവാസികൾക്ക് വേണ്ടി നടത്തുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തടഞ്ഞതിനെ മനുഷ്യത്വരഹിതമായ പ്രവൃത്തി എന്നാണ് പലരും വിമർശിക്കുന്നത്. യുദ്ധം വീണ്ടും ആരംഭിക്കാനായി ഇസ്രായേൽ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ നടത്തിയ ചർച്ചകൾ പരിശോധിച്ചത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. ബന്ദികളുടെ കൈമാറ്റം, ഹമാസിൻ്റെ ഭാവി, ഗാസയുടെ പുനർനിർമ്മാണം. അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന പാലസ്തീനികളെ പുനരധിവസിപ്പിക്കാനുള്ള സ്ഥലം ജോർദാനും സിറിയയും നൽകാനും ഗാസ നഗരത്തെ തങ്ങളെ ഏൽപ്പിക്കാനുമായിരുന്നു ട്രംപിൻ്റെ നിർദ്ദേശം. അറബ് രാജ്യങ്ങൾ ഈ നിർദ്ദേശം നിരാകരിച്ചു. പാലസ്തീനികളെ ഗാസയിൽ തന്നെ പുനരധിവസിപ്പിക്കാനും ഭരണത്തിൽ നിന്നും ഹമാസിനെ മാറ്റി നിർത്താനും നിർദ്ദേശിക്കുന്ന പുതിയ ഒരു പദ്ധതി കഴിഞ്ഞ ആഴ്ചയിൽ അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ ഈജിപ്ത് അവതരിപ്പിച്ചു. സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ ഈ പദ്ധതിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. മധ്യ ഏഷ്യയിൽ അമേരിക്കയോടൊപ്പം നിൽക്കുന്ന അറബ് രാജ്യങ്ങളുടെ നിർദ്ദേശങ്ങൾ അവഗണിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഗാസയുടെ നിയന്ത്രണം 2006 പാലസ്തീൻ അതോറിറ്റിയിൽ നിന്നും ഹമാസ് പിടിച്ചെടുത്തതിനെ തുടർന്നാണ് ഈ മേഖലയിൽ സംഘർഷങ്ങൾ രൂക്ഷമായത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന പുതിയ അമേരിക്ക യൂറോപ്പിന് വലിയ ഒരു വെല്ലുവിളിയാണ്. 1991 സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം രൂപപ്പെട്ട ലോകം പൂർണ്ണമായും അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരുന്നു. റഷ്യയുടെ ആക്രമണമുണ്ടായാൽ അതിനെ നേരിടാൻ തങ്ങളെ അമേരിക്ക സഹായിക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു ഇത്രയും കാലം യൂറോപ്പ്. എന്നാൽ ഉക്രൈനിനുണ്ടായ അനുഭവം യൂറോപ്പിൻ്റെ പ്രതീക്ഷകളെ തകർത്തു. ആദ്യഘട്ടത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഉക്രൈൻ തയ്യാറായിരുന്നു. യുദ്ധം അവസാനിക്കരുത് എന്ന് അമേരിക്ക തീരുമാനിച്ചതുകൊണ്ടാണ് ഉക്രൈന് യുദ്ധം തുടരേണ്ടി വന്നത്. 3 വർഷങ്ങൾക്കു ശേഷം നിലപാട് മാറ്റാനും ഉക്രൈനിനെ കുറ്റപ്പെടുത്താനുമാണ് അമേരിക്ക ശ്രമിക്കുന്നത്. തങ്ങളുടെ സുരക്ഷ അമേരിക്കയെ ഏൽപ്പിക്കുന്നതിലെ അപകടം തിരിച്ചറിയാനാണ് യൂറോപ്യൻ കമ്മീഷൻ്റെ അധ്യക്ഷ ഊർസല ആവശ്യപ്പെടുന്നത്. സംരക്ഷണം നൽകും എന്ന പ്രതീക്ഷയിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയുടെ ആജ്ഞാനുവർത്തികളായി ഇത്രയും കാലം പ്രവർത്തിച്ചത്. റഷ്യ ഉക്രൈൻ യുദ്ധവും ഹമാസ് ഇസ്രായേൽ യുദ്ധവും എത്രയും വേഗം അവസാനിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്കൻ പ്രസിഡന്റ് നടത്തുന്ന നീക്കങ്ങൾ പതിവ് രീതികളിൽ നിന്നും വ്യത്യസ്തമാണ്. ട്രംപ് പ്രസിഡന്റ് ആകുന്നതിന് തൊട്ടു മുമ്പാണ് ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. എന്നാൽ ഈ കരാർ അനുസരിച്ചുള്ള 2ാം ഘട്ട ചർച്ചകൾ തുടങ്ങാൻ ട്രംപിന് താല്പര്യമില്ല. തീവ്രവാദികളുടെ പട്ടികയിൽ അമേരിക്ക ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംഘടനയാണ് ഹമാസ്. സാധാരണഗതിയിൽ ഇത്തരം സംഘടനകളുമായി
അമേരിക്ക നേരിട്ട് ചർച്ചകൾ നടത്താറില്ല. ഈ പതിവ് തെറ്റിക്കുകയും യുദ്ധം അവസാനിപ്പിക്കാൻ ഹമാസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. നാറ്റോയുടെ സഹായത്തോടെയാണ് ഉക്രൈൻ റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്നത്. എന്നാൽ ഈ രണ്ട് കക്ഷികളെയും ഒഴിവാക്കി അമേരിക്ക നേരിട്ടാണ് റഷ്യയുമായി ചർച്ചകൾ നടത്തുന്നത്. ഹമാസിൻ്റെയും ഉക്രൈനിൻ്റെയും മേൽ വെടിനിർത്തൽ അടിച്ചേൽപ്പിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഏകപക്ഷീയമായ ഈ നീക്കങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണ്. റാഗിങ്ങുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യാൻ സംസ്ഥാന ഹൈക്കോടതി ഒരു പ്രത്യേക ബെഞ്ചിന് രൂപം നൽകി. കേസുകളുടെ വർധനവ് മൂലം വിധി വരുന്നതിലുണ്ടാകുന്ന കാലതാമസവും കേസുകളുടെ ഗൗരവവും കണക്കിലെടുത്താണ് ഹൈക്കോടതി ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത്. 1998 റാഗിംഗ് നിരോധിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നിയമം പാസാക്കി. എന്നാൽ ഇത് നടപ്പിലാക്കുന്നതിനുള്ള ചട്ടങ്ങൾ ഇതുവരെ പാസാക്കിയിട്ടില്ല. ഇപ്പോഴും റാഗിങ്ങിൻ്റെ പേരിൽ പല ക്യാമ്പസുകളിലും കൊടിയ പീഡനങ്ങൾ ഉണ്ടാകുന്നു. രാഷ്ട്രീയ പരിഗണനകൾ മൂലം നിയമ നടപടികൾ ഉണ്ടാകാതിരിക്കുകയോ വൈകുകയോ ചെയ്യുന്നു. റാഗിംഗ് മൂലം വലിയ ഉത്കണ്ഠയോടെയാണ് മാതാപിതാക്കന്മാർ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും തങ്ങളുടെ മക്കളെ അയക്കുന്നത്. റാഗിംഗ് അനുവദിക്കില്ല എന്നുറക്കെ പറയാൻ നമ്മുടെ അധികാരികൾക്ക് കഴിയുന്നില്ല. ക്യാമ്പസുകളിൽ ആക്രമണങ്ങൾ അവസാനിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. വിദ്യാർത്ഥികളുടെ അക്കാദമിക് താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നമ്മുടെ പല ക്യാമ്പസുകളും ദയനീയമായി പരാജയപ്പെടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൈവിട്ടു എങ്കിലും സെലൻസ്കിയെ പിന്തുണയ്ക്കാനാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ തീരുമാനം. അമേരിക്ക തങ്ങളോടൊപ്പം ഇല്ലാത്തതിനാൽ ആണവായുധങ്ങൾ വഴിയുള്ള സംരക്ഷണം ഉക്രൈന് നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ബുധനാഴ്ച മാധ്യമങ്ങളെ അറിയിച്ചു. ഇതിൻ്റെ ഭാഗമായി യൂറോപ്പിലെ ആണവ ശക്തികളായ ഫ്രാൻസിൻ്റെയും UK-യുടെയും യോഗം വിളിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രഖ്യാപനത്തെ തങ്ങൾക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായിട്ടാണ് റഷ്യ കാണുന്നത്. ജർമ്മനിയുടെ നിർദ്ദിഷ്ട ചാൻസലർ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. അമേരിക്കയെ ഒഴിവാക്കി ഇത്തരം തീരുമാനങ്ങൾ എടുക്കരുത് എന്നാണ് ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസിൻ്റെ ഉപദേശം. സ്വന്തം നിലയിൽ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണം എന്നാണ് യൂറോപ്പിലെ രാജ്യങ്ങളുടെ പൊതുവായ അഭിപ്രായം. ഇതിൽ അമേരിക്കയെ എവിടെ നിർത്തണം എന്നതിലാണ് തർക്കം. രണ്ടാം ലോകമഹായുദ്ധം മുതൽ തുടരുന്ന നയം മാറ്റാനാണ് യൂറോപ്പ് ഒരുങ്ങുന്നത്. രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അധിക ചുങ്കം പിരിക്കാനുള്ള നിയമം ഏപ്രിൽ 2 മുതൽ നടപ്പിലാക്കാനാണ് ട്രംപിൻ്റെ തീരുമാനം. ചൈനയും കാനഡയും അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് പ്രതികരിച്ചത്. ദീർഘകാലം അമേരിക്കയുടെ സഖ്യകക്ഷിയും വ്യാപാര പങ്കാളിയുമായ കാനഡയുടെ ഉൽപ്പന്നങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ചത് വലിയ വിവാദമായി. വ്യാപാര രംഗത്ത് തങ്ങളുടെ എതിരാളിയായിട്ടാണ് ചൈനയെ അമേരിക്ക കാണുന്നത്. ചൈനയുടെ ഇലക്ട്രിക് വാഹനങ്ങൾക്കും മൊബൈൽ ഫോണുകൾക്കും അമേരിക്കയിൽ വലിയ ഡിമാൻഡുണ്ട്. ഇറക്കുമതി തീരുവ കൂട്ടിയാലും ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ വില അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടേതിനേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വെല്ലുവിളികളെ നേരിടാനാണ് ചൈനയുടെ തീരുമാനം. വില കുറച്ചും ഗുണമേന്മ വർദ്ധിപ്പിച്ചും ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്ന ചൈനയെ ഭീഷണിപ്പെടുത്തുക എളുപ്പമല്ല. വ്യാപാര യുദ്ധമായാലും മറ്റു തരത്തിലുള്ള യുദ്ധമായാലും അവസാനം വരെ പൊരുതുമെന്നാണ് ചൈനയുടെ പ്രതിനിധി പ്രഖ്യാപിച്ചത്.
വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.